വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ 10th മക്കൾക്ക് 10th കഴിഞ്ഞാൽ ഏതൊക്കെ സ്കീം എടുക്കണമെന്ന് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ ഏതൊക്കെ സ്കീം ഉണ്ടെന്ന് അവർക്ക് ഇതുവരെ അറിയത്തില്ല. അങ്ങനെ കുറേ മക്കൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ 10th കഴിഞ്ഞാൽ ഇനി എന്തെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഏതൊക്കെ സ്കീം എടുത്താലാണ് ഏതൊക്കെ നല്ല ഫീൽഡിലോട്ട് പോകാൻ പറ്റുന്നതെന്നും ഓരോ സ്കീമിൻ്റെ ഇമ്പോർട്ടൻസും അതിനെ പറ്റിയിട്ടുമുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് സ്കീമുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 3 പ്രധാനപ്പെട്ട 3 സ്കീംസുകൾ നോക്കാം. ഇതാദ്യം നമുക്ക് നോക്കി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. 3 പ്രധാന സ്കീംസ് എന്ന് പറയുന്നത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണ്. ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സയൻസ് എന്ന് വെച്ചാൽ ഇതിന് വലിയ സ്കോപ്പും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ല ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നൊരു സ്കീമാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഡോക്ടേഴ്സിന് ഡോക്ടർ ആവാൻ നോക്കുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്കീമാണ്. എൻജിനീയർ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ കുഞ്ഞുങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ആവാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സയൻസ് സ്കീം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഹൈ സാലറി ജോബ്സ്, IT, എൻജിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ്, ഇങ്ങനത്തെ ഹൈ സാലറി ജോബ്സിനൊക്കെ സയൻസ് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഫ്യൂച്ചറിൽ ഫ്ലെക്സിബിലിറ്റീസ്, അതായത് പിന്നീട് കൊമേഴ്സിലോട്ടും ആർട്സിലോട്ടും ഒക്കെ പോകാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഈ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുക്കുന്നവർക്ക് പിന്നീട് സയൻസിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല. സയൻസ് തന്നെ നമുക്ക് 3 തരം സയൻസ് ഉണ്ട്. ഓക്കെ, അപ്പം 3 തരം സയൻസ് ഗ്രൂപ്പാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോളജി സയൻസ് ഉണ്ട്, ഫസ്റ്റ് ബയോളജി സയൻസ് എന്ന് പറയുന്നത്. ബയോളജി സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്യുവർ സയൻസും ഉണ്ട്. അപ്പം 3നും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ട്. ഫീൽഡിലോട്ടൊക്കെ പോകാൻ ഇഷ്ടപ്പെട്ടവർക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കാവുന്നതാണ്. അടുത്തയാണ് നമ്മുടെ കൊമേഴ്സ്. കൊമേഴ്സ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ട് ഫീൽഡ്, ബാങ്കിങ് ഫീൽഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൊമേഴ്സ് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ബിസിനസ് ഫീൽഡിലോട്ട് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ബാങ്കിങ്, അക്കൗണ്ടിങ് ജോലികൾക്ക്, പിന്നെ അതേപോലെ തന്നെ CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CMA, അതായത് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്, CS പോലുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ കൊമേഴ്സ് ഒരു ബേസായിട്ട് കൊമേഴ്സ് സ്കീം നല്ല ബേസാണ്. അതേപോലെ തന്നെ കൊമേഴ്സ് ഗ്രൂപ്പ് 3 തരമുണ്ട്. കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്, മാത്സ് കൊമേഴ്സ് ഉണ്ട്, വിത്തൗട്ട് മാത്സ് കൊമേഴ്സ് ഉണ്ട്. ഇങ്ങനെ 3 തരം കൊമേഴ്സ് ആണുള്ളത്. പ്രധാനമായിട്ടും ബിസിനസ് ഫീൽഡ്, അക്കൗണ്ട് ഫീൽഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൊമേഴ്സ് സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സൊസൈറ്റിയെക്കുറിച്ചും പീപ്പിൾസിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചും രാഷ്ട്രീയങ്ങളെക്കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് ഗവൺമെൻറ് ജോബ്സിനൊക്കെ ഒരു ബേസായിട്ട് ഈ സ്കീം എടുക്കാനായിട്ട് സാധിക്കും. ഹ്യൂമാനിറ്റീസുകാർക്ക് ഗവൺമെൻറ് ജോബ്സ് ഒരു ബെസ്റ്റ് ഗവൺമെൻറ് ജോബ്സിന് വേണ്ടിയിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇത് 5 തരം ഇതുണ്ട്. ഹിസ്റ്ററി പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ഇക്കണോമിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്ററി പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ജിയോഗ്രഫി, ഫിസിയോളജി പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, അങ്ങനെ വിവിധ തരം ബ്രാഞ്ചസ് ഉണ്ട്. ഇതിന് കുറേ ഡിഫറൻറ്റ് ശാഖകളുണ്ട്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ് പോലെ തന്നെ ഇതിനും ഇത്രയും ശാഖകളുണ്ട്. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടുള്ളത് ലോ, അതായത് LLB പഠിക്കാൻ, ടീച്ചിങ്ങിനൊക്കെ ബെസ്റ്റ് ഒരു ബേസായിട്ട് നമുക്ക് ഈ സ്കീം യൂസ് ചെയ്യാവുന്നതാണ്, ഹ്യൂമാനിറ്റീസ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്കീംസ്. അടുത്തയാണ് വൊക്കേഷണൽ കോഴ്സസ്, പോളിടെക്നിക്, IT കോഴ്സസ്. അതായത് ഇതും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസുകളാണ്. അപ്പോൾ ഇതൊന്നും ഈ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇതൊന്നും താല്പര്യമില്ലാത്തവർക്ക് പോളിടെക്നിക്കിനും IT കോഴ്സുകൾക്കും പോകാവുന്നതാണ്. അത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഗോൾ, ഇത് 3ഉം നമ്മൾ നോക്കിയിട്ടേ ഓരോ സ്കീമും സെലക്ട് ചെയ്യാവൂ. ഓക്കെ, ഇത് 3 നോക്കിയിട്ട് ഓരോ സ്കീമും സെലക്ട് ചെയ്യാവും. ഇൻട്രസ്റ്റ് മീൻസ് എന്തുവാ, താല്പര്യം. അതായത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സ്കീം ചൂസ് ചെയ്യാവൂ. നമുക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ അത് എടുത്താൽ എന്നെക്കൊണ്ട് പറ്റും, അതെടുത്താൽ ആ സ്കീം എടുത്താൽ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്കീം എടുക്കാനായിട്ട് ശ്രമിക്കാവും. ആരുടെയും നിർബന്ധപ്രകാരം ഒന്നും നമ്മൾ ഓരോ സ്കീമും സെലക്ട് ചെയ്ത്, ബിക്കോസ് നമ്മളാണ് പഠിക്കുന്നത്, നമ്മളാണ് ലൈഫിലോട്ട് മുന്നോട്ട് പോകുന്നത് ഒക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ വേണം ഓരോ സ്കീമും സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെയാണ് ഇൻട്രസ്റ്റ്, രണ്ടാമത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ്.
അതായത് കഴിവ്, അതായത് നമുക്ക് ഇന്ന സ്കീം എടുത്താൽ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന കഴിവുണ്ടെന്ന് സ്വന്തമായിട്ട് നമുക്കൊരു ബോധം വേണം. അല്ലാതെ ഒരാളുടെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ അയാളുടെ തീരുമാനപ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ രക്ഷിതാക്കളുടെ നിർബന്ധപ്രകാരമോ ഒന്നും നമ്മളൊരു സ്കീം ചൂസ് ചെയ്യരുത്. നമുക്ക് താല്പര്യമുണ്ട്, നമുക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കഴിവുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സ്കീം ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ്. മൂന്നാമത് നമ്മൾ ഗോള്, അതായത് ഭാവി ലക്ഷ്യം. ഭാവിയിൽ എനിക്ക് ഇന്നതാവണം, ഭാവിയിൽ എനിക്ക് ഡോക്ടർ ആവണമെങ്കിൽ ഞാൻ ഇന്ന ഫീൽഡ് ഇന്ന സ്കീം എടുത്താലേ എനിക്കത് പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്കീമിലോട്ട് പോകാം. ഭാവിയിലൊരു ലക്ഷ്യം വേണം, ഭാവി ലക്ഷ്യം. എനിക്ക് ഇന്നതാവണം, അതിൽ ഉറച്ചു നിൽക്കണം. എനിക്ക് ഇന്നതാവണം, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഇതിലാണ് താല്പര്യം എന്നൊരു ഭാവി ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് മൂന്നും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ഒരു നല്ലൊരു ബെസ്റ്റ് ഒരു നിലയിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ, നല്ല ബെസ്റ്റ് സ്കീം എടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.